പൗരത്വ ഭേദഗതി ബില്ലിനെ ഞാൻ അനുകൂലിക്കുന്നു. അതിൽ ഒരു തകരാറുമില്ല, ഒരു പ്രശ്നമില്ല, അതിനെ അനുകൂലിക്കുന്നു. പക്ഷേ അതിനകത്തൊരു ക്ലോസ് അദ്ദേഹം ആഡ് ചെയ്തത്, അതിനകത്ത് മതത്തിന്റെ പേരിൽ അതിനകത്തൊരു വേർതിരിവ് കൊണ്ടുവന്നു. അതാണ് അതിന്റെ കുഴപ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നടത്തേണ്ടി വന്നത്? അതിന്റെ ബേസിസ് എന്താണ്? അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ പൊക്കിപ്പിടിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ പഴയകാല നേതാക്കള്, അവരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള നെഹ്റു, ലിയാഖത്ത്, അവര് ഒരുമിച്ചുണ്ടാക്കിയ ആ ഒരു പാക്ട്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മൈനോറിറ്റി റൈറ്റ്സ്, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? പാകിസ്ഥാനിലെ മൈനോറിറ്റി ഹിന്ദുക്കളും ഇന്ത്യയിലെ മൈനോറിറ്റി ഇവിടുത്തെ മുസ്ലിങ്ങളും എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. അതില് എന്താണ് അതിലെ കാര്യം? മതം തന്നെയാണ് അതിലെ കാര്യം. അപ്പോ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം, അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ്, അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറ് ഒരു വശത്തുള്ള ആളുകൾ അത് പാലിക്കുന്നു, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അത് പാലിക്കപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിലൊരു അന്ത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഡ് ലൈൻ വെച്ചുകൊണ്ട്, അതിനകത്ത് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൽ മതം പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ നെഹ്റു അവിടെ ചെയ്ത ആ പരിപാടിയെയും നിങ്ങൾ തള്ളി പറയണം. മതത്തിന്റെ പേരിൽ അങ്ങനെ ഒരു നെഹ്റു ലിയാഖത്ത് പാക്ടിന് വേണ്ടി ഇറങ്ങി തിരിച്ച നെഹ്റുവിനെ നിങ്ങൾ തള്ളിക്കളയുമോ? അതല്ല, അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഇവിടെ ഏത് ഗവൺമെന്റ് നിങ്ങൾ ചെയ്താലും ശരി, നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ എന്താണ് വേട്ടക്കാരനോടൊപ്പം അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ആ മൃഗത്തോടൊപ്പം വേട്ടയാടുന്ന ആ സിംഹത്തിനെയും കൂടി അങ്ങ് സംരക്ഷിക്കണം എന്ന് പറയുന്നത് അത് എവിടുത്തെ ന്യായമാണ്? മൈനോറിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിനകത്ത് അവിടെ ബലാത്സംഗത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ സ്ത്രീയോടൊപ്പം അപ്പുറത്തുള്ള TG രവിയെയും കൂടി സംരക്ഷിക്കണം എന്ന് പറയുന്ന ആ ഒരു രീതിയല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അതെങ്ങനെ ശരിയാവുക? അപ്പൊ നിങ്ങൾ മതം പാടില്ല എന്ന് പറയുമ്പോൾ ഈ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ലിയാഖത്ത് നെഹ്റു പാക്ടിനെയും നിങ്ങൾ തള്ളി പറയാൻ തയ്യാറാകുമോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ മുഖാമുഖം കാണാൻ ഒരു അവസരം വന്നാൽ നമുക്ക് സംസാരിക്കാം. ഇതിനെ നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യൂ.